പിന്നെ ഞമ്മക്കിവിടെ സ്ഥലം തന്നെന്ന് പറഞ്ഞിട്ട് വന്നിട്ടല്ലേ ഇപ്പൊ ഞങ്ങൾക്ക് ഈ കഷ്ടപ്പാട് എന്താ നമ്മൾ നട്ടു പിടിപ്പിക്കണ്ട, എങ്ങനെ നമ്മൾ ജീവിക്കാം? പണിയെടുക്കാൻ തയ്യാറാ, പറഞ്ഞെന്താ ജോലിയെടുക്കാൻ ആവുന്നില്ല. അതാ മരിക്കാൻ തുടങ്ങുമ്പോ മരിച്ചോളാം, അത്രേ ഉള്ളൂ. ആന ബാക്കി വെച്ചെങ്കിലും ആനപാട് കൊണ്ടെങ്കിലും പോയി, എല്ലാം പോയി. എപ്പോ ആനയാ പകല് പണിയെടുക്കൂ, അവർ പണിക്ക് പോകുന്ന കൂട്ടർ പണിയെടുത്തിട്ട് വന്നാലും രാത്രി കിടന്നുറങ്ങാൻ പറ്റൂല. അയറ്റക്കും ഈ ആനനോട് അടിക്കൂടുന്നത്. നമസ്കാരം, ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ ആർളം ഫാം പ്രദേശത്താണ്. ആർളം ഫാം പ്രദേശം നമുക്കറിയാം, നിരന്തരമായിട്ടുള്ള കാട്ടാനശല്യം, വന്യമൃഗശല്യം നല്ല രീതിയിലുള്ള ഒരു പ്രദേശമാണ്. നമ്മൾ ആർളം ഫാമിനെക്കുറിച്ചും ഫാമിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ കൂടെ ചെയ്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഉള്ളത് ആർളം ഫാമിലെ തന്നെ 7-ാം ബ്ലോക്ക് എന്ന്, ഇവിടെ പല ബ്ലോക്കുകളായിട്ടാണ് ഒരു പുനരധിവാസ മേഖലയാണ്. ആദിവാസികളായിട്ടുള്ള ആളുകളെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. 13,000 കുടുംബങ്ങൾ തന്നെ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. 13,000 കുടുംബങ്ങൾ തന്നെ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഞാൻ പല എപ്പിസോഡുകളിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അറിയത്തില്ലാത്തവർക്കായിട്ട് പറയുകയാണ്. അപ്പോൾ ഇവിടെ പക്ഷേ ആർളം വന്യജീവി സങ്കേതത്തിൽ നിന്നുള്ള ആനകൾ ഈ ഒരു ഫാം പ്രദേശത്തേക്ക്, വലിയൊരു ഏരിയയാണ്, 7,000 ഏക്കറൊക്കെ ഉള്ള വലിയ ഏരിയയാണ്. പുനരധിവാസ മേഖലയും മറ്റ് മേഖലയും അടക്കം, അതായത് 3,000 കുടുംബത്തിന് ഒരു കുടുംബത്തിന് 1 ഏക്കർ വെച്ച് ഇവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ 3,000 ഏക്കറായി. അതുകൂടാതെ ആർളം ഫാമിൻ്റെ ഭാഗങ്ങൾ വേറെയുണ്ട്. അങ്ങനെ 7,000 ഏക്കർ ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് നിരന്തരം കാട്ടാനശല്യമാണ്. ഒത്തിരി ആളുകൾ ഇതുകൊണ്ട് ഇവിടെ പൊറുതിമുട്ടി പലരും ഇവിടെ ഇങ്ങനെ പുനരധിവസിപ്പിച്ച് ഇവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളും വീടൊക്കെ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ പലരും ഇവിടെ മല്ലടിച്ച് ഇങ്ങനെ യുദ്ധം ചെയ്ത് ജീവിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങൾ, ഏതായാലും കുറച്ച് ഒരു ഗ്യാപ്പിന് ശേഷം കഴിഞ്ഞ ദിവസം ഇവിടെ കാട്ടാന ശല്യം ഉണ്ടായിരിക്കുകയാണ്. ഒരു പറമ്പിൽ, പല പറമ്പുകളിലും കയറി കൃഷി നശിപ്പിക്കാറുണ്ട്. പല സ്ഥലത്തും തെങ്ങൊന്നുമില്ല ഇനി ബാക്കി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിയുടെ നേരെ കാട്ടാന പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഒരു പ്രദേശത്താണുള്ളത്. അപ്പോൾ ഇവിടെ ആ ഒരു വിദ്യാർത്ഥിനി അവർക്ക് ഉണ്ടായ ആ ഒരു ദുരനുഭവം നമ്മളോട് വ്യക്തമാക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടുത്തെ ഒരു പ്രശ്നം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്, അവരുടെ വീടിൻ്റെ അടുത്താണുള്ളത്. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാം. അപ്പോൾ ഏതായാലും നമുക്കിവിടെ കാണാം, ഈ പറമ്പിലൊക്കെ നോക്കിയാൽ കാണാം, ഇഷ്ടംപോലെ തെങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഒടിച്ച് നശിപ്പിച്ചിട്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാം. ഒത്തിരി തെങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവർക്ക് ടി വിയിലൊന്നും അങ്ങനെ മീഡിയയുടെ മുമ്പിലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ ഒരു പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം 6 കാട്ടാന ഇവിടെ നിരന്ന് ഈ ഒരു പ്രദേശത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഈ ഒരു വിദ്യാർത്ഥിനിയുടെ നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത് കാണിക്കാത്തത്. അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് നേരിട്ട് ചോദിച്ചേനെ. അതായത് നമ്മൾ നേരിട്ട് ആ ഒരു വിദ്യാർത്ഥിയെ കണ്ടു, പക്ഷെ അവർ സംസാരിക്കാനായിട്ട് താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാതെ. ഈ ഒരു ഇതൊക്കെ കാണാം നിങ്ങൾക്ക്, ഈ ഒരു ഇങ്ങനെ മതിലൊക്കെ കാണാം. ഇതൊക്കെ ആന തകർത്തിട്ടിരിക്കുന്ന ആണ്. രാത്രി ഈ വഴിക്കോടെയൊക്കെ ആന പാസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, മറ്റ് ചില സ്ഥലങ്ങളിലും ഇതേപോലെ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളിനി നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ആ ഒരു വിദ്യാർത്ഥിനിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വീട്ടിലാണ്. നമുക്ക് ഏതായാലും ഇവിടെ കണ്ട ഒരു ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഇവിടെ ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ബാല. ഇത് 7-ാം ബ്ലോക്ക് അല്ലേ? 7-ാം ബ്ലോക്ക്. ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ആനശല്യം ഉണ്ടോ? സ്ഥിരമായിട്ട് ആനശല്യം ഉണ്ട്. എന്നും വരുന്നുണ്ട്? ഇന്നലെ വന്നിട്ടില്ല, മിഞ്ഞാന്നെല്ലാം ഉണ്ടായിരുന്നു. ആണല്ലേ? കഴിഞ്ഞ ദിവസം അവിടെ ഒരു കൊച്ചിനെ ഓടിച്ചല്ലേ? കൊച്ചിനെ ഓടിച്ച് ആ പോയിക്കൊന്ന്. ആണല്ലേ? അത് ജസ്റ്റ് തലനാരിലേക്കല്ല രക്ഷോട്ടെ? അത് അങ്ങനെ ആയിരിക്കും. അവർ 13-ാം ബ്ലോക്ക് താമസം. അപ്പോൾ അവിടുന്ന് ആ പുഴയിലെ വെള്ളം ഒഴിവാക്കിയിട്ട് അവർ ഇവിടെ ചപ്പത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് അവർ തിരുമ്പ വേണ്ടിയിട്ട്. ഇവിടെ ഈ തൊട്ടിപ്പുറത്തുള്ള ഈ വീട്ടിലെ ഒരു കൊച്ചിനെ ഓടിച്ചില്ലേ? അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ നേരത്ത്? അതാ ചോദിച്ചേ. അത് ഇന്നലെ മിനിഞ്ഞാന്നല്ലേ? മിനിഞ്ഞാന്ന് രാത്രി ആകുമ്പോൾ ഇവിടെ ഒത്തിരി ആനകൾ വരുന്നുണ്ടല്ലോ? ഒത്തിരി കൂട്ടാനായിട്ടും ഒറ്റനായിട്ടും എല്ലാം ഇറങ്ങി. ആണല്ലേ?
കൃഷി നശിപ്പിക്കുന്നുണ്ട്. കൃഷി എന്ന് വെച്ചാൽ തെങ്ങും കവുങ്ങെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയൊന്നുമില്ല. കശ്മാൻ്റെ തൊല്ലിയെല്ലാം കുത്തി പൊളിച്ചത്. ഈ കശുമാവൊക്കെ ആന ഒടിച്ചിട്ടാ? ഇതെല്ലാം ആന പറിച്ചിട്ടതാണ്. ഓ, ഇത്ര വലിയ കശുമാവ് ആന ഒടിച്ചിട്ടല്ലേ? ഈ ഒരു കശുമാവ് മൊത്തം ആന മറിച്ചിട്ടാട്ടോ. ഇവിടെ ഒരു കുടുംബത്തിന് സാധാരണ എന്തേരം സ്ഥലമാണ് ശരിക്കും കിട്ടുന്നത്? ഇതിൽ വരുമാനം ഇട്ടാൽ ആകെ ഈ കശ്മാൻ്റെ ഈ വർഷം അല്ല, ഒരു കുടുംബത്തിന് എത്ര സ്ഥലമാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്? സ്ഥലം പിന്നെ ഒരേക്കര ഫുള്ളില്ല, 90 വെച്ചിട്ടാണ് കിട്ടിയിട്ടുണ്ട്. അതെ, ഒരേക്കറിലില്ല. പിന്നെ വീടും അല്ലേ? വീടും. അതിൻ്റെ അകത്ത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ എന്തൊക്കെ സംഗതികളുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്? നമ്മളെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മൾ കൊടിതലിട്ട് തെങ്ങും കവുങ്ങും വെച്ച് നോക്കി അതൊന്നും കിട്ടുന്നില്ല. അതെല്ലാം ആന നഷ്ടപ്പെടുത്തി. എല്ലാം കളയല്ലേ? കൊടിതലിട്ടാലും മലം വന്നിട്ട് രാത്രി വന്നിട്ട് കൊമ്പ് കൊണ്ടെല്ലാം ഉരച്ച് നഷ്ടപ്പെടുത്തി. എല്ലാം കളയാല്ലേ? എല്ലാം കളയാം. ഒരു വരുമാനം ഇട്ട് ജീവിക്കാനാവുന്നില്ല. ആണല്ലേ? വലിയ ബുദ്ധിമുട്ടല്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. ഈ കശുമാവ് പൊടിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇത് മഴക്കാലത്ത് പൊടിച്ചത്. മഴക്കാലത്തല്ലേ? ഇത് പിന്നെ അതിൻ്റെ വേര് മൊത്തം പോകാത്തതുകൊണ്ട് ഉണങ്ങാത്തായിരിക്കും. ഉണങ്ങാതെ ഇവിടുന്ന് നമ്മൾ വെച്ച വെക്കുമ്പോൾ കിട്ടിയിട്ട് പോയതാ. അല്ലെങ്കിൽ തൊലിയൊന്നും കുത്തി ബാക്കി ഉണ്ടാവില്ല. തൊലിക്ക് വേണ്ടി വരുന്ന തൊലിക്ക് വേണ്ടിയിട്ട് വരുന്നത്. ഓഹോ. പിന്നെ തെങ്ങും ഒന്നും കിട്ടൂല? തെങ്ങും കടുങ്ങും വാഴ കപ്പ ചേമ്പ് ചെയ്യാനോ ഒന്നും വെച്ചാൽ നമ്മൾ കിട്ടും. ഇവിടെ ഒത്തിരി തെങ്ങുണ്ടായിരുന്ന സ്ഥലം? ഇതിൽ ഒത്തിരി തെങ്ങുണ്ടായ സ്ഥലം. ഇത് ഫുള്ള് തെങ്ങായിരുന്നു. നമ്മൾ ചെന്തയായിരുന്നു ഫുള്ളും. ആണല്ലേ? ഇപ്പോൾ തെങ്ങെന്ന് പറഞ്ഞ സാധനം കാണാനില്ല? കാണാനില്ല, ഒറ്റ തെങ്ങില്ല. ഇത് അപ്പുറം 9-ാം ബ്ലോക്കിലല്ലേ മറ്റേ 100-ലധികം തെങ്ങൊക്കെ കളഞ്ഞിട്ട് ആ പാമ്പിൻ്റെ ഉള്ളിലുള്ള തെങ്ങ് തന്നെ എത്ര നഷ്ടം വന്നിട്ടാണല്ലേ? കൃഷി ചെയ്ത് ഇവിടെ ജീവിക്കലും? കൃഷി ചെയ്ത് ഇവിടെ ജീവിക്കൽ നടക്കൂല. ആണല്ലേ? നിങ്ങളുടെ വീട് തന്നെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാനുണ്ടോ? വീട് പിന്നെ തഞ്ച കിട്ടിയാവും വന്നിട്ട് അവർ കുത്തിപ്പൊളിക്കും. അവസരം കിട്ടിയല്ലേ? കഴിഞ്ഞ വർഷം ഈ ഫുള്ള് ലൈറ്റ് ഇട്ട് വെച്ചതായിരുന്നു. അപ്പം തുണി എല്ലാം ആറിയിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർച്ച കെട്ടിയതാ. സീറ്റെല്ലാം വലിച്ചിട്ടിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട് നിന്നിട്ട്. അപ്പം ഇതിൻ്റെ ഒച്ച കെട്ടി ഞാൻ പതിയെ ഇറങ്ങി. ഞാനോർത്ത് പിള്ളേരോട് ചോദിച്ചാകുമെന്നാണ്. അപ്പോൾ പിള്ളേർ പറഞ്ഞ് അമ്മ ഞാൻ അറിയാൻ പറ്റില്ല. ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആനേൻ്റെ കാലിൻ്റെ ചോട്ടിലൊക്കെ ലൈറ്റ് അടിക്കുന്നത്. ഈ മാവിൻ്റെ അടിയിൽ അതാ ഒരു സ്ഥാനമായിട്ട് നമുക്ക് ജീവിക്കാൻ ഒരു കാന്താര തൈ ഇട്ടാൽ ആ ബാക്കിയാവില്ല. മുരുങ്ങ തൈ മറ്റേ ആ മലാനും പന്നി നശിപ്പിക്കല്ലേ. ഇങ്ങനെയാണ്. ഞാൻ ഈ സ്ഥലം കിട്ടിയെന്ന് മുതൽ നിങ്ങൾ എത്ര വർഷം ഇവിടെ താമസം തുടങ്ങിയിട്ട്? ഞാൻ താമസം 10-25 വർഷത്തിൻ്റെ സ്ഥലം കിട്ടിയെന്ന് താമസം തുടങ്ങി. നമ്മൾ ഷെഡും കെട്ടി ഒരു 5 വർഷം നിൽക്കുമ്പോൾ ഇങ്ങനെ ആനശല്യമില്ലായിരുന്നു. പിന്നെ ആനശല്യം കൂടിപ്പോയി. ഇപ്പം ഏറ്റവും കൂടാൻ തുടങ്ങിയത് ഇപ്പം എത്ര നാളായിട്ടാണ്? ഇതിപ്പം നമ്മൾ 10-20 വർഷത്തിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് കൂടുന്നു. നന്നേരം കൂടില്ലേ? അങ്ങനെയാണ്. ഇത്രയും കാലമായിട്ട് നിങ്ങളിത് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ കുറേ കലക്ടർക്ക് എല്ലാവർക്കും നമ്മൾ പരാതി കൊടുത്ത് ഇത് അവർക്ക് പരാതി കൊടുത്തിട്ടെന്ന കാര്യം. ഫോറസ്റ്റാർ വരുന്ന അവർ ആന ഇവിടെ ഉണ്ടായിട്ടില്ല, അവരെ വണ്ടി എടുത്തിട്ട് അവരാൻ പോകും. എന്നിട്ട് അപ്പുറത്തെ വീട്ടുകാരോട് ചോദിക്കും എവിടെ ആനയാണ്. അങ്ങനെയാണ് ഫോറസ്റ്റാറെ കാര്യം. ഒത്തിരി സ്ഥലം ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ സ്ഥലങ്ങൾ ഇങ്ങനെ നിവർന്ന് കിടക്കുന്നുണ്ട്. ഇത് കുറേ ആളെല്ലാം ഉപയോഗിച്ച് പോയിട്ടുണ്ട് സ്ഥലം. ഒത്തിരി ആൾക്കാരെ വീട് ഉപേക്ഷിച്ച് പോയില്ലേ? ഇതെല്ലാം പിന്നെ ആനശല്യ കാരണം അവരെ പേടിച്ചിട്ട് വരവില്ല. ഈ വീടാ? ഈ വീട് ഉപേക്ഷിച്ചിട്ടേക്കെന്നെയാ? ഇതിപ്പോൾ കൃഷി ചെയ്യാണ്ട് ഇങ്ങനെ ഇട്ടേക്കുന്നതല്ലേ? കൃഷി ചെയ്യാണ്ട് ഇങ്ങനെ ഇട്ടിരിക്കും. കാട് പിടിച്ച പോലെ കിടക്കും അല്ലേ? ഓക്കെ. ഈ സ്ഥലമൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് കശുമാവിൻ തോട്ടങ്ങളായിരുന്നു കേട്ടോ. ഇതേപോലെ കശുമാവും തെങ്ങും ഒക്കെ ഉണ്ടായിരുന്ന തോട്ടങ്ങളാണ്. ഇവിടെ ആറളത്ത് കൂടുതലുള്ളത് കശുമാവും തെങ്ങും റബ്ബറും ഒക്കെയാണ്. ഒന്നും തന്നെ കാണാനില്ല. ഇത് ഉള്ളതൊക്കെ ഇതുപോലെ ഒടിച്ചിട്ടേക്കുന്നത്. ബാക്കിയൊക്കെ ഇങ്ങനെ ആളുകൾ കൃഷി ചെയ്യാതെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കും കേട്ടോ. ഈ നഷ്ടപ്പെടുന്ന കൃഷിക്ക് നിങ്ങൾക്ക് നഷ്ടപരിഹാരം അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ? അതൊന്നും കിട്ടൂല. അത് ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ നഷ്ടപരിമാനം ഇപ്പോൾ എഴുതി കൊടുത്തിട്ട് നമ്മൾ വളച്ചാൽ പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ എഴുതി കൊടുത്തിട്ട് ആകെ കിട്ടി 800 രൂപ. ഇതിനെ കൊണ്ടുവന്നാൽ നമുക്കൊരു ഉപകാരം. എൻ്റെ 10-35 വായ നഷ്ടപ്പെടുത്തി. ആ വായക്കാണ് 800 രൂപ. അതിന് ഞാൻ ഇരുട്ടിൽ പോയിട്ട് അതിന് എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടിക്കൂലി നോക്കുമ്പോൾ 800 രൂപ കയറി. ഏതെങ്കിലും സമയത്താണ് കിട്ടുക. ചിലപ്പോൾ 2-3 വർഷമെല്ലാം കഴിയത്. അങ്ങനെയാണ് ഇത് കിട്ടുക. പിന്നെ ഞാൻ കൃഷി ഇട്ടിട്ട് ഞാൻ മറച്ചിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. കൃഷി ചെയ്തിട്ട് കിട്ടാതെ ഇരുമ്പോൾ മടുത്ത്. അതാണിപ്പം കൊടി എത്ര ഉണ്ടായിരുന്നു. ഞാൻ 10-12 വർഷം വരെ ഞാൻ മുള പറിച്ച സ്ഥലം ഇത്. എല്ലാം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് കൊടി. സ്ഥലം കാലി സ്ഥലമായിരുന്നു ഫുള്ള്. ഇത് ഒരു 5-6 കഷ്മാവി ഉണ്ടായി. ബാക്കിയുള്ള കഷ്മാവ് ഞാൻ വെച്ച് പിടിപ്പിച്ചത്. എനിക്ക് ഈ റോഡിൻ്റെ അക്കരയ്ക്കുള്ള സ്ഥലം. ഇക്കരക്കല്ലേ ഇത് ഈ വീട്ടുകാരാ വലിയ അമ്മച്ചിൻ്റെ സ്ഥലം.
അവരെല്ലാം കിട്ടിയിട്ട് പോയത്. ഇനിയിപ്പം ചിലപ്പോൾ ഇന്ന് എല്ലാം ഇറങ്ങും. 2 ദിവസം കൂടുമ്പോൾ ഇറങ്ങുന്നുണ്ട്. രണ്ട് ദിവസം കൂടുമ്പോൾ അല്ല ഓരോ ഏരിയയിലേക്ക്. ഇപ്പം അങ്ങനെ പടക്കം പൊട്ടിച്ച് 9 ഇങ്ങോട്ട് പടക്കം പൊട്ടിച്ച് വിട്ടാൽ നമ്മൾ ഏറിയൊക്കെ വരും. അങ്ങനെ ആ വയനാടുകാർ നിൽക്കുന്നതിൻ്റെ ആ ഏറിയൊക്കെ ഇങ്ങോട്ട് അവരവിടെ നിന്ന് പടക്കം പൊട്ടിച്ച് ഇങ്ങോട്ട് വിടും. അപ്പോൾ ഇവർ പുറസാറ് റൗണ്ട് അടിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേന് ഇങ്ങനെ ഏകദേശം നിരപ്പാക്കി വെക്കും. അങ്ങനെയാണ്. പിന്നെ എന്ത് കിട്ടിച്ചേട്ടാ? അപ്പോൾ വരുമാനത്തിനൊക്കെ ഇപ്പോൾ എന്താ നിങ്ങൾ ചെയ്യുക? വരുമാനത്തിന് ഇനി എന്നാ ചെയ്യണ്ടേ? പുറത്ത് പണിക്ക് പോകും. പുറത്ത് കൂലിപ്പണി അങ്ങനെ പറ്റുക പിള്ളേർ പയ്യല്ലേ ഉള്ളൂ. ഞാൻ അങ്ങനെ കൂലിപ്പണിക്ക് പോകുന്നില്ല. ഇത്രയും പറമ്പുണ്ടായിട്ടും ഒരു പറമ്പിലൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇത് കിട്ടിയ നായി എന്നുള്ള പണ്ടേ നമ്മൾ വളർന്ന ഭൂമി തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പണ്ട് ഇങ്ങനെ ശല്യമില്ലായിരുന്നു. പണ്ടത്തെ കാലമൊന്നും ഇങ്ങനെ ആന ശല്യമില്ലായിരുന്നു. ഇങ്ങനെ ഒരു കൃഷി ഒരാനയും നഷ്ടപ്പെടുത്തിയില്ല. വേലി ഒന്നും ശരിയായിട്ടില്ലല്ലേ? വേലി ശരിയായിട്ടില്ല. കഴിഞ്ഞ മാർച്ച് മാസം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് ഈ കാലം വരെ ശരിയായിട്ടില്ല എന്നാ പറയും. ആനമതിൽ അത് ഉണ്ടായാലും തന്നെ അവർ ഫോറസ്റ്റിൻ്റെ അതിർത്തി കൂടിയല്ലേ എടുക്കുന്നത്. അവർ എന്തായാലും ഈ ആന കടക്കും. എന്നു വെച്ചാൽ അവരെ അത്ര ഐഡിയ ഉള്ള ആനയാണ്. അവരങ്ങനെ അവർ ഫോറസ്റ്റിൻ്റെ അങ്ങനെ ഇങ്ങോട്ട് മരം കുത്തിച്ചയച്ച് അയിമ കൂടി കടന്ന് ഇപ്പുറം വരും. അത്ര ശക്തി ഉണ്ട് അവർക്ക്. അതിപ്പോൾ നമ്മൾ എന്ത് മതിൽ കെട്ടിയാലും അവരത് നിരപ്പാക്കും. എന്ത് കാണിച്ചാലും അല്ല പിന്നെ അവർക്ക് നമ്മളെ ലൈൻ കറണ്ട് അന്നം കൊടുക്കണം. പക്ഷെ അത് ഇട്ടാൽ ആനക്ക് അപകടമാണ്. ചത്തുപോകും. ഒരടിക്ക് ഒരു 3 കിലോമീറ്റർ ദൂരെ പോകും. പിന്നെ അങ്ങനെ കൂടി ഗവൺമെൻറ് തന്ന 1 ഏക്കർ ഭൂമി എന്ന് പറഞ്ഞാൽ അതിൽ കഷ്ടപ്പെട്ട് എങ്ങനെ ജീവിക്കുന്നതല്ല. പിന്നെ നമുക്കൊരു ലക്ഷ്യമില്ല. അത്ര കപ്പ വായ ഞാൻ എന്തെല്ലാം സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒന്നും ബാക്കിയാവില്ല. കപ്പിട്ടാവ് ആന വന്ന് പറിച്ചെന്ന് പന്നിയും വെക്കൂല. വൈകിട്ട് എത്ര മണിയൊക്കെ ഇറങ്ങാൻ തുടങ്ങുന്നത്? അവർ ഒരു 8 മണിയാകുമ്പോഴത്തേനും ഇറങ്ങും. ആ സമയത്തിന് ഇറങ്ങും. പകൽ ഈ ഫാമിന്റെ ഉള്ളിലും പല സ്ഥലത്തുണ്ടാവും. പല സ്ഥലത്തുണ്ട്. നമ്മൾ ഈ ഏരിയയൊക്കെ തന്നെ ഉണ്ട്. ഈ അക്കരെയും വയനാടുകാർ നിൽക്കുന്നതിൻ്റെ ആ ഏരിയ അത് മൊത്തം ഫോറസ്റ്റ് കാട് പോലെയുള്ള ആ കാട് അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ആന ആ കാട്ടിൽ വന്ന് നിൽക്കുന്നത്. അവരിപ്പം പാമ്പിൻ്റെ ഉള്ളിൽ എല്ലാം തിന്നിട്ട് വെളുപ്പിന് വരെ ഈ കാട്ടിലേക്ക് സന്ധ്യയാകുമ്പോൾ അവരിറങ്ങും. മിന്നാന്ന് രാത്രി വന്നതാണ്. ആനപ്പണ്ടൊക്കെ കിടക്കുന്ന കാണാം കേട്ടോ. ഞാള് ഉണ്ടാക്കിയ സാധനം എല്ലാം നശിച്ചുപോയി. വായ ഉണ്ടായിന്, ഈ കൊടിത്തോട്ടം ഉണ്ടായിന്. അതെല്ലാം നമ്മളെ കണനീര് പിടിക്കുക ആരാ ഉള്ളത്? ദൈവം ഉണ്ടാകും. മറ്റ് ഇങ്ങനെ പിന്നെ ഈ ആനയും മരാനും പന്നി എല്ലാം നശിച്ചു പോയി. ഇപ്പം നോക്കുമ്പോൾ ഞാളുണ്ട്. ഈ കരിക്കട മാസമാകുമ്പോൾ നമ്മളെ കഷ്ടപ്പാട് ആർക്കാ പറയേണ്ടതെന്ന് നമ്മൾ ഓർക്കുന്നത്. നമ്മളെ കുഞ്ഞു മക്കൾ അപ്പത്തിന് ബൈരം കൊടുക്കും, കഞ്ഞിക്ക് ബൈരം കൊടുക്കും. ഇങ്ങനെ സർക്കാർ ഓരോ അരി തരുന്ന ആ തീർമ്പോൾ പിന്നെ പണി ഉണ്ടായില്ല. പിന്നെ ഈലി പിരിവ് ഉണ്ടാക്കുക നമ്മളെ ഉണ്ടാക്കിയിട്ട് വന്ന ഒരു കാര്യമില്ല സാറേ. നമ്മളെ കാര്യമല്ല ഇങ്ങനെ. നമുക്ക് 1 ഏക്കർ സ്ഥലം കിട്ടിയെന്ന് പറയാം. അതിൽ പിരിവ് ഉണ്ടാക്കണ്ടേ? പേരിനൊരു സ്ഥലമുണ്ട്, അതിൽ പിരിവ് ഉണ്ടാക്കുക ഇങ്ങനെയല്ലേ? കമ്പി വേലി കെട്ടാൻ പറഞ്ഞ് ഞങ്ങൾ ഇത് കെട്ടിക്ക് നമുക്ക് ജീവിച്ചോട്ടെ, കമ്പി വേലി കെട്ടിത്തരും. എന്നാൽ നമ്മൾ എന്തെങ്കിലും കൊത്തി പറിച്ച് ഞങ്ങൾ ഉണ്ടാക്കിക്കോളൂ. നമുക്ക് സ്ഥലം ഇല്ലാതെയല്ലേ. നിങ്ങൾ 1 ഏക്കർ സ്ഥലം തന്നേല് ഞങ്ങൾ എന്തെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ. നമ്മളെ കുഞ്ഞു മക്കളും ഞാളും. ഇപ്പം ഞമ്മക്കൊരു തൂമ്പ പൊന്തൂല, കത്തി പൊന്തൂല. അങ്ങനെ ആ വിധത്തിലേ നമ്മളാകുന്നു. നല്ല പ്രായത്തിലൊന്നും മര്യാദയ്ക്ക് പണിയെടുക്കാൻ പറ്റിയിട്ടില്ലല്ലേ? പറ്റുന്നില്ല. പിള്ളേർ തന്നെ ഇവിടുന്ന് എങ്ങനെ കഷ്ടപ്പെടുന്നെന്ന് നമുക്ക് ദൈവം തന്നെ ഓർക്കുന്നേ. മറ്റ് നമ്മളെ കൊണ്ടാവില്ല. നമുക്ക് ഉറക്കില്ല. നമ്മൾ ഉറക്കൊഴിഞ്ഞാണ് ഈ ആനനെ ഓട്ടിക്കുന്നത്. അങ്ങനെ നമ്മളെ ജീവിതം കഴിയുന്നേ. ഇനി ഇതെല്ലാം ആകുമ്പോൾ ഇതെന്നാ ആ വീടുമേൽ തന്നെ അത് പറഞ്ഞു വീണാ വീടിന്റെ 10 വീഴൂല്ലേ? ഇതുപോലെ നിറയാൻ തെങ്ങുകളുണ്ടായിരുന്ന സ്ഥലല്ലേ ഇത്? പൂളും തെങ്ങന്നെ. ഇതെല്ലാം തെങ്ങാണ്. അതാ മൊത്തം തെങ്ങിന്റെ കുറ്റികളല്ലേ? തെങ്ങിന്റെ കുറ്റിയാട്ടെ കാണുന്നത്. ഇതുപോലെ ഇഷ്ടം പുതിയ വീടിന്റെ പടി തീർന്നപ്പോ നമ്മളെ ജീവിതം എങ്ങനെയും കഴിഞ്ഞു കൂടിക്കോട്ടെ. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നമ്മൾ ഇതിൻ്റെ അകത്തോടെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നാട്ടോ ഇവർ പറയുന്നത്. കാരണം എല്ലാ പ്രാവശ്യവും ഇതേപോലെ ഉണ്ടാവും. ഇതുപോലെ ചാനലുകാർ പലരും വരും, ഇവരിങ്ങനെ സംസാരിച്ചിട്ട് പോകും. പക്ഷേ ഇവർക്ക് ഇതുകൊണ്ട് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകുന്നില്ലെന്നാട്ടോ. അതാണ് അവർ അതെ അതുകൊണ്ടാണ് അവർ സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടാത്തത്. ഇപ്പം നമ്മൾ ആന ഓടിച്ച ആ വിദ്യാർത്ഥിനി പോലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതാണ്
നമ്മുടെ അടുത്ത് സംസാരിക്കാൻ അവർക്ക് മടി. കാരണം സംസാരിച്ച് കഴിഞ്ഞ് വെറുതെ അവർക്ക് ഒരു ഗുണമില്ല, പ്രത്യേകിച്ച് സംസാരിച്ചാൽ ഒരു മാറ്റം ഇവിടെ വരാൻ പോകുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ് ഇവർക്ക് എല്ലാവർക്കും കേട്ടോ. ഏതായാലും വലിയ കഷ്ടപ്പാടിൽ തന്നെയാണ് ഈ വീട്ടുകാരൊക്കെ ജീവിക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കിയ വരുമാനത്തിന് സ്ഥലം കിട്ടിയെന്ന് മുതൽ ഞാൻ ഉണ്ടാക്കിയ വരുമാനത്തിന് ഒരാൾ ഉണ്ടാക്കില്ലേ, അത്രക്കും വരുമാനം ഞാൻ ഉണ്ടാക്കിയതാണ്. കപ്പ മുതൽ ചേമ്പ്, ചേന, വാഴ, കഴുന്ന്, തെങ്ങ് ഒന്നും പറ്റിയല്ലോ, എല്ലാം മൊത്തം തീർന്നല്ലേ? മൊത്തം തീർന്നു പറിച്ച് കൊടുക്കല. ഇപ്പം ഇതിങ്ങനെ ചുമ്മാ കാട് പിടിച്ച് കിടക്കും അല്ലേ? കാട് പിടിച്ച് കിടക്കും മൊത്തം. ഇതേപോലെ പുല്ല് പിടിച്ച് കിടക്കും കേട്ടോ കംപ്ലീറ്റ്. ഇതൊക്കെ കശുമാൻ തോട്ടവും തെങ്ങും റബ്ബറും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു. ജനങ്ങൾ താമസില്ല, ജനങ്ങൾ താമസിക്കാതെ ഈ ആനശല്യം കൊണ്ട് ഉള്ളവരൊക്കെ ഒഴിഞ്ഞു പോകുക അല്ലേ? ഒഴിഞ്ഞു പോകുമ്പോൾ ആ സ്ഥലമൊക്കെ കാടാവും അല്ലേ? കാടായി കിടക്കുക. ഇത് അക്കരെ ഫുള്ളും കാടാ. എൻ്റെ വീടിന്റെ അക്കരയുണ്ട് മൊത്തം കാട് പിടിച്ച് കിടക്കുക. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയ ഒരു അബദ്ധത്തിലേക്ക് വന്ന പോലെ അബദ്ധത്തിൽ വന്ന പോലെയല്ലേ നമ്മൾ. 10 സെന്റ് സ്ഥലമില്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് ജീവിച്ചാൽ മതിയായിരുന്നു. അവിടുത്തെ കഷ്ടപ്പാട് കാരണം ഇങ്ങോട്ട് വന്നല്ലേ? അവിടത്തേനും കാണാൻ കഷ്ടപ്പാട്. ഇപ്പം ഒരേക്കർ ഭൂമി കിട്ടിയിട്ട് ഞമ്മക്ക് കഷ്ടപ്പാട്. അതിലും കഷ്ടപ്പാട്. അവിടെ 10 സെന്റ് പോലും ഇല്ലായിരുന്നല്ലേ? അവിടെ 10 സെന്റ് പോലും ഇല്ലായിരുന്നു. ഇവിടെ ഒരേക്കർ കിട്ടിയിട്ട് നമുക്ക് അതിലും കഷ്ടമല്ല. അതിലും കഷ്ടമാണ്. പിന്നെ എങ്ങനെ ജീവിക്കാം? അതെ അതെ, ഉണ്ടാക്കുന്ന സാധനം ഉണ്ടെന്നുണ്ടെന്ന് ചേച്ചി പറയാം കേട്ടോ. പറയുന്ന സത്യം തന്നെയാണ്. നമുക്കിവിടെ വരുമ്പോൾ നേരിട്ട് കാണാവുന്ന ഒരു കാഴ്ചയാണ്. വലിയ ഒരവസ്ഥ തന്നെയാണ് കേട്ടോ ഇവിടെയുള്ള ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ 13-ാം ബ്ലോക്കിലാണ്. 13-ാം ബ്ലോക്കിൽ ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി ഒരു വീടിൻ്റെ സൈഡിലൊക്കെ നിന്ന് ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ആ വീഡിയോ എടുത്ത വീടിൻ്റെ പരിസരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും എന്താ പറയുക, നമുക്ക് ആ ഒരു വീട്ടിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ കണ്ട ആ ഒരു വീടാണിത്. ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ഒരു ആനയുടെ വീഡിയോ ഇവർ ഇവിടെ പകർത്തിയത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആന നിന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീട്ടിലുള്ള ആളോട് തന്നെ വയ്ക്കാം. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? വിനീത. കഴിഞ്ഞ എന്നാ ചേച്ചി ശരിക്കും? മിനിഞ്ഞാന്ന് രാത്രി അല്ലേ? ഇവിടെ ഇങ്ങനെ സ്ഥിരം ആന വരുന്നതാണോ? വരുന്നതല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം വന്നിട്ട് എന്താ കാണിച്ചത് ഇവിടെ? മിനിഞ്ഞാന്ന് വന്നിട്ട് ഇവിടുത്തെ വാഴ തിന്നു. ഈ വാഴയാ? ഈ വാഴ അല്ലേ ഇവിടെ അല്ലേ? അത് ഇത്ര അടുത്തല്ല, വീടിൻ്റെ ഇത്ര അടുത്തല്ലേ? നിങ്ങളപ്പോൾ എങ്ങനെ അറിഞ്ഞ? ശബ്ദം കേട്ടറിഞ്ഞേ? അപ്പോഴത്തേന് ഈ ജനൽ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ഓഹോ, അങ്ങനെ അറിഞ്ഞേ? അങ്ങനെ അറിഞ്ഞു. ആണല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്തേ? അത് കഴിഞ്ഞ് ഇതിലെ വന്ന് ആ വാഴ നോക്കിയിട്ട് ആ മരം ചാടി കടന്ന് അങ്ങോട്ട് പോയി. ആ വേലിന്റെ അതിൽ അങ്ങോട്ട്. ഈ വാഴയാ? ഇത് എവിടുന്ന ശരിക്കും വരുന്നത്? അതാ അതില് തൊട്ട് പറയരുതല്ലേ? അത് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക അല്ലേ? ആളുകളില്ലാത്തോണ്ടല്ലേ? അതായത് ആരുടെയെങ്കിലൊക്കെ സ്ഥലമായിരിക്കുമല്ലോ അത്? അവിടെ കുറെ പേരുടെ വീടൊക്കെ ഉണ്ട്, പക്ഷെ ആരും വന്ന് നിൽക്കുന്നൊന്നും. എല്ലാരും ആനപ്പേടി കാരണം ഒഴിവാക്കി പോയതല്ലേ സ്ഥലങ്ങള്? അതെ അതെ അതെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ രാത്രി നിങ്ങൾ എങ്ങനെ അറിയുന്നു? ഒച്ച കേൾക്കുമ്പോഴാണോ അത് അറിയുന്നത്? ഇടയ്ക്ക് സൗണ്ട് കേൾക്കും, ഇടയ്ക്ക് സൗണ്ട് ഒന്നും ഉണ്ടാവൂല. ആണല്ലേ? അപ്പോൾ രാത്രി എല്ലാം ആശുപത്രിയിലൊക്കെ പോകേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോഴത്തേനും ഇങ്ങനെ വിളിച്ച് ചോദിക്കും എവിടെയെങ്കിലും. ചുറ്റുപാടുള്ള ആളുകളൊക്കെ ചോദിക്കൂലേ എവിടെയെങ്കിലും ആന ഉണ്ടോന്നൊക്കെ അല്ലേ? രാത്രിയൊക്കെ വണ്ടിക്കാരും എല്ലാം വിളിച്ചാൽ വരുമോ ഈ ഭാഗത്തേക്കൊക്കെ? അങ്ങനെ വരില്ല, ഇടയ്ക്ക് മാത്രമേ വരൂ. ആണല്ലേ? ഇങ്ങനെ ആനേനെ കണ്ടാൽ നിങ്ങൾ ആരെയും ആദ്യം വിളിക്കുക? ഫോറസ്റ്റുകാരെ. ആണല്ലേ? അവർ വരുമോ? അവര് ഇങ്ങോട്ട് വിളിക്കുവാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. ആണല്ലേ? അപ്പൊ നിങ്ങളപ്പോ എങ്ങനെ ഇപ്പൊ ഈ വന്ന ആനേനെ അപ്പൊ എങ്ങനെ ഓടിക്കും? അപ്പോഴത്തേനും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. സൗണ്ട് ഉണ്ടാക്കുന്ന പടക്കം പൊട്ടിച്ചാ? പടക്കമല്ല, ഇങ്ങനെ പാട്ടകൾ വെച്ചിട്ട് അടിച്ചിട്ട് അങ്ങനെയൊക്കെ ഒച്ചുണ്ടാക്കൂല്ലേ? ഒച്ചുണ്ടാക്കി പോകൂല്ലേ? ഇതാണ് ഈ വീട്ടുടമസ്ഥൻ. അതായത് നമ്മൾക്ക് ഇവിടെ കാണാം. ചേട്ടൻ്റെ പേര് കറുപ്പൻ എന്നാണ്. ചേട്ടൻ്റെ പേരിലാണ് ഈ വീടുള്ളത്. ചേട്ടാ സുഖമാണോ?
ഇല്ല. ആനയൊക്കെ വരാറുണ്ടോ ദിവസവും? ആന ദിവസം വരാറുണ്ടോ? അത് പറയാൻ പറ്റില്ല. ആന എപ്പം വരുന്നെന്ന് പറഞ്ഞു കൊടുക്കൂ. അത് പറയണ്ടേ. നീ എന്താ പറയാണ്ട് എന്നെ അങ്ങനെ പറ്റുന്നത് ഇപ്പൊ നോക്കാൻ പറ്റും. വരുന്നത് നോക്കാൻ കാണാൻ നല്ലുണ്ട്. ആണല്ലേ? ആനന് എന്നും വരാറുണ്ട്? വന്നാൽ പറയാം. ആണല്ലേ? മിക്കവാറും ദിവസം വരുന്നുണ്ടല്ലേ? വരുമ്പോ എങ്ങനെയാ ഓടിക്കുന്നേ? തെളിച്ചു വിടൂല്ലേ? ആണല്ലേ? തെളിച്ചു വിടാന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കി വിടുവോ? ആണല്ലേ? എന്നിട്ട് പിന്നെ ആരാരെയും വിളിക്കുവോ നിങ്ങള്? അപ്പുറത്തെ വീടുകാരെല്ലാം വിളിക്കും. ആണല്ലേ? ഇത്ര അടുത്തൊക്കെ ആന വന്ന് നിൽക്കുമ്പോ പേടിയാവൂലേ? പിന്നെ പേടി ഉണ്ടാവും. ആണല്ലേ? വേറെ നിവൃത്തിയില്ലല്ലേ? എത്ര വർഷമായി നിങ്ങളൊക്കെ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? അതൊന്നും ഓർമ്മയില്ല ഇപ്പൊ. എന്തായാലും 10-25 വർഷമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞല്ലേ? ചേച്ചിയുടെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് വെള്ളച്ചിന്നു. വെള്ളച്ചി. ഈ ഭാഗത്തായിട്ടോ അങ്ങനെ ഇതൊക്കെ നടക്കുന്നത്. നേരത്തെ കാണിച്ച പോലെ ഒന്നുകൂടെ കാണിച്ചു തരുമോ ഇതിൻ്റെ പോകുന്ന വഴിയൊക്കെ ഒന്ന് കാണിച്ചോ? ഒന്നും കൂടി കാണിച്ചു കൊടുക്കും. വഴി കാണിച്ചു കൊടുക്കും. ആനപ്പോ വഴി കാണിച്ചു കൊടുക്കും. പറഞ്ഞാൽ മതി. അവിടെ പോയിട്ട് ഇതിലേ കൂടെ ഇങ്ങനെ പോകൂലേ? ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പോയ പിന്നെ തിരിച്ചു വന്നിട്ട് ആളെ അങ്ങോട്ട് നോക്കി നിൽക്കും. നിങ്ങളുടെ നോക്കി നിൽക്കും. ഇവിടെ ഇവിടെ ഇങ്ങനെ ആടെ ഒരു മുണ്ട് ഉണക്കിട്ടുണ്ടായിരുന്നു. ആ മുണ്ട് ഉണക്കി കഴിഞ്ഞു അതെല്ലാം വലിച്ച് താഴെലിട്ടിട്ട് ഉണങ്ങായിട്ട് മുണ്ടൊക്കെ വലിച്ചു പറിച്ചിടും. അങ്ങോട്ട് പോയി. ഈ ബൈമിൽ തന്നെ പോയിട്ട് അപ്പുറത്തെ കൂടി ഒന്ന് കിടന്നു. ആ മരക്കാണ് അപ്പുറത്തെ വീടിൻ്റെ അതിലേ പോയിട്ട് ഇങ്ങനെ വരും. അപ്പുറത്തെ വീടിൻ്റെ അതിലേ പോകൂലേ? അത് അങ്ങ് പോയിട്ടില്ല. പിന്നെ ഇതിൽ തന്നെ വന്നിട്ട് നേരെ അങ്ങോട്ട് പോയി. ആണല്ലേ? ഇതിലെ കൂടി ആ കുട്ട കടന്ന് അങ്ങനെ പോകൂലേ? പിന്നെ അങ്ങ് പോയി. ഒരു 4 പ്രാവശ്യം അതേപോലെ നടത്തി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കാണാൻ അതിൽ നാളെ ഉറക്കായപ്പോൾ എന്നിട്ട് ഈ ബൈമിലേക്ക് ഇട്ട് ഇങ്ങനെ പോകൂലേ? കിടന്നു. ഈ കപ്പളനും തൈൻ്റെ അതിലേക്ക് കൂടി കിടന്നിട്ട് പോയി. ആണല്ലേ? പറമ്പിൽ ഒരു സാധനം നട്ടാ കിട്ടിയല്ലേ? ഇല്ലല്ലേ? ഇപ്പൊ കൃഷി ചെയ്യാറുണ്ടോ പറമ്പിൽ? ഒന്നും ചെയ്യാറില്ല അല്ലേ? ചേട്ടന് ചെവിക്ക് ചെറിയ കുഴപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് കേൾക്കാത്ത. ഇതാട്ടോ ഇവിടെയുള്ളവർക്ക് പറയാനുള്ളത്. ഇവരിത് സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ട് ഇവരുടെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഈ വീടിൻ്റെ പരിസരത്തും വഴി കൂടെയും സൈഡിൽ കൂടെ ഒക്കെ ആന പോകുന്ന പ്രദേശങ്ങളാട്ടോ. ഏതായാലും ഇതാണ് ഇവരുടെ അവസ്ഥ. ഇപ്പുറത്ത് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗത്തൊക്കെ ആളുകളുണ്ടായിരുന്ന ആളുകളൊക്കെ വീട് ഒഴിഞ്ഞ് പോയതുകൊണ്ട് ഇപ്പോൾ ആ പ്രദേശമൊക്കെ നമുക്ക് ഈ പുറവസ്ത് നോക്കിയാൽ കാണാം. അവിടെയൊക്കെ ഇങ്ങനെ കാട് പിടിച്ചു കേട്ടോ. പക്ഷെ നമ്മൾ ഒരു പ്രദേശം ഇങ്ങനെ ഉപയോഗിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ ഇവിടെയൊക്കെ കാണുന്നുണ്ടോ ഇതേപോലെ വലിയ രീതിയിൽ കാട് പിടിക്കും. കാടൊക്കെ അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ആന നിന്നാലും നമ്മളൊന്നും അറിയാനായിട്ട് പോകുന്നില്ല. അങ്ങനെ നിരന്ന് കിടക്കും. അതാണിപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് ആന ദിവസം എന്ന് പറയുന്നത് വരുന്നത്. എല്ലാ ദിവസവും വരുന്നുണ്ടെന്ന് തന്നെയാണ് കേട്ടോ അവർ പറഞ്ഞു. ആനേനെ കണ്ടോ? ആന എന്താ പറഞ്ഞേ? ആന എങ്ങനെ ഇരിക്കുന്നേ? അങ്ങനെ തല ചെവിയൊക്കെ ഇട്ട് ആട്ടി ആണോ? ഒച്ച ഉണ്ടാക്കിയോ ആന? ഒച്ച ഉണ്ടാക്കിയോ? എന്തായാലും ചോദിച്ചോ കൊച്ചിനോട്? എന്താ ചോദിച്ചേ? ഒച്ച ഉണ്ടാക്കി പേടിപ്പിച്ചാ? ആണോ? പേടിപ്പിക്കത്തില്ലായിരുന്നു, തിരിച്ചും പേടിപ്പിക്കത്തില്ലായിരുന്നോ? ചേച്ചിയുടെ പേരെങ്ങനെയാ? എന്റെ പേര് നങ്ങ. ആണല്ലേ? സ്ഥിരം വരുന്നുണ്ടല്ലേ? എന്നും വരുന്നുണ്ട്. എന്നും വന്നിട്ട് ആന തിന്നുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് നാളെ തിന്നത്തെ ബാക്കിയാ. ആന ഇനി തിന്നാൻ നിങ്ങളെ തിന്നാനും കൂടെ ഉള്ളൂ അല്ലേ? നമ്മളെ കൂടി തിന്നാലും കണക്കായി. ബാക്കിയും എല്ലാം പൂർത്തിയായില്ലേ? നന്നായി. കാടൊക്കെ ബാക്കിയെല്ലാം ആന തിന്നുന്നുണ്ടല്ലോ. ബാക്കിയെല്ലാം ആന തിന്നുന്നുണ്ട്. ഒരു ആദായം ഉണ്ടാക്കി തിന്നാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതെല്ലാം നശിപ്പിക്കുന്നുണ്ട്. ഒരു സാധനം നട്ട് വളർത്താൻ പറ്റുന്നില്ല. അതെന്തിനാ നമ്മൾ നട്ട് വളർത്തുന്നു? ഈ വായെല്ലാം നിരപ്പാക്കിയതാ. അവിടെ 2-3 തെങ്ങുണ്ടായി. അതെല്ലാം കുത്തി പറിച്ച് അതെല്ലാം കളഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്കൊരു ഇതില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആന വരുമ്പോൾ സർക്കാർ 1 ഏക്കർ ഭൂമി തന്നിട്ട് എന്താ കാര്യമോ? അതിൻ്റെ അകത്ത് ഒരു ആദായം ഉണ്ടാക്കി ഞങ്ങൾക്ക് തിന്നണ്ടേ? അതില്ലല്ലോ. അതുണ്ടാക്കി തിന്നാൻ കഴിയുന്നില്ല. പിന്നെ ഞങ്ങൾ എന്താക്കും? ഇങ്ങനെ താമസിക്കാന്നല്ലാണ്ടല്ലേ? താമസിക്കുന്നതല്ലാണ്ട് ഇത് ഉണ്ടാക്കി തിന്നാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനാ സർക്കാർ 1 ഏക്കർ ഭൂമി ഞങ്ങൾക്ക് തന്നിട്ട് അതിനെ കൊണ്ടൊരു ഗുണമില്ല. നമ്മളങ്ങ് പുതിയ അങ്ങോട്ട് ഉണ്ടപ്പോൾ എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ തിന്നു.
ഞങ്ങളെ ഈ സ്വന്തം സ്ഥലം പുതിയങ്ങടിയാണ്. അവിടെ ഉണ്ടാക്കുമ്പോൾ കപ്പയും എല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞമ്മക്കിവിടെ സ്ഥലം തന്നെന്ന് പറഞ്ഞിട്ട് വന്നിട്ടല്ലേ ഇപ്പം ഞങ്ങൾക്ക് ഈ കഷ്ടപ്പാട് ഒന്നും ഉണ്ടാക്കി തിന്നാനും പറ്റുന്നില്ല. എത്ര വർഷം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പം 2-3 വർഷമായി. എത്ര വർഷം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഈ 5 കൊല്ലം 6 കൊല്ലമായി. ആണല്ലേ? എന്നിട്ടെന്താ ഒരു സാധനം ഉണ്ടാക്കി തിന്നാൻ കഴിയില്ല. പിന്നെ എന്തിനാ ഞങ്ങൾ ഉണ്ടാക്കണ്ട്? എന്താ നമ്മൾ നട്ട് പിടിപ്പിക്കണ്ട്? ഒരു വള്ളി നട്ട അത് ബാക്കിയില്ല, അത് മാന അരച്ച അത് പറിക്കും. ഒരു വായ നട്ട അത് ആന തിന്നു, കപ്പ ഇട്ടാൽ അത് ആന തിന്നു. അതൊന്നും നമുക്ക് ഉണ്ടാക്കി തിന്നാൻ കഴിയുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ നമ്മൾ ജീവിക്കാം? പണിയെടുക്കാൻ തയ്യാറാ, പക്ഷെ പണിയെടുക്കാൻ പറ്റുന്നില്ലല്ലേ? പറ്റുന്നില്ല. പണിയെടുക്കാൻ തയ്യാറാ, പറഞ്ഞെന്താ ജോലിയെടുക്കാൻ ആവുന്നില്ല. അതെ. അതാ അങ്ങനെ ജോലിയെടുക്കാണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജോലിക്കൊക്കെ പോകും. ഒന്നിനും പറ്റണ്ടായി. ഇനി ഞാളെന്താ ചെയ്യണ്ട? മരിക്കാൻ തുടങ്ങുമ്പോൾ മരിച്ചോളാം, അത്രേ ഉള്ളൂ. ആന ബാക്കി വെച്ചെങ്കിലും ആന പാട് കൊണ്ടെങ്കിലും പോയി, എല്ലാം പോയി. എപ്പോൾ ആനയാ ഈ കാലത്ത്. ഒരു നേരം ഒഴിവില്ല ഞങ്ങൾക്ക്, ഉറക്കമില്ല, ഒന്നുമില്ല. ഈ നോട്ടിക്കല് നേരമുള്ളൂ. പകല് പണിയെടുത്ത് രാത്രി ഒന്ന് വിശ്രമിക്കാൻ നോക്കിയാൽ രാത്രി ആവുന്നില്ല. പകല് പണിയെടുക്കൂ, അവർ പണിക്ക് പോകുന്ന കൂട്ടർ പണിയെടുത്തിട്ട് വന്നാലും രാത്രി കിടന്നുറങ്ങാൻ പറ്റൂല. അയച്ചേക്കും ഈ ആനനോട് അടിക്കൂടുന്നത് ഓട്ടിക്കുന്നു കൊണ്ടു. ഞാളെന്താ ചെയ്യേണ്ടത്? ചാവുന്ന നല്ലത്. ഇപ്പം നമ്മളാ കേട്ടത് ആ ചേച്ചിയുടെ ഒരു വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. അവർ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതൊക്കെ എത്രയാണെന്ന് വെച്ചാൽ അനുഭവിക്കാമല്ലേ. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇവിടെ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇത് ആറളം പുനരധിവാസ മേഖലയാണ്. ഇവിടുത്തെ ഇതൊക്കെ നമ്മളിപ്പോൾ തിരുമന കേട്ടതാണ്. ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്കൊക്കെ 1 ഏക്കർ വെച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ട്, അവർക്ക് വീടും വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 1 ഏക്കർ സ്ഥലമൊക്കെ ഇതിപ്പോൾ നമ്മൾ ഈ പുറവശത്ത് കാണുന്ന പോലെ ഈ ഒരു രീതിക്കാണ് ഇപ്പം മിക്കവാറും സ്ഥലങ്ങളും കിടക്കുന്നത്. കാരണം ആരും കൃഷി ചെയ്യുന്നില്ല, കൃഷി ചെയ്യാൻ അവർക്കൊട്ട് പറ്റുന്നില്ല. കാരണം കൃഷി ചെയ്തിട്ട് കാര്യമില്ല. എന്തും ചെയ്താലും മുഴുവൻ ആന കളയാണ്. ഇപ്പം നമ്മൾ ആദ്യം കേട്ട ചേട്ടൻ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടാണ്. ഒത്തിരി കൊടിയും മറ്റ് സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ ഒരു സാധനം പോലും അവർക്ക് കിട്ടിയില്ല. ഒരു കഷ്ടപ്പെട്ട് വെള്ളമൊക്കെ പോരാ സ്ഥലത്തു നിന്നൊക്കെ ചുമന്ന് കൊണ്ടുവന്ന് നട്ട് വളർത്തിയ സാധനങ്ങളൊന്നും എല്ലാം പോയി. അതുകൊണ്ട് ഇപ്പോൾ ആരും കൃഷി ചെയ്യുന്നില്ല. ഇപ്പം ഇങ്ങനെ പറമ്പൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതൊരു വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടോ. 10 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്ന ഞങ്ങളാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇരുന്ന സമയത്താണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിലും വലിയ ദുരന്തമായിപ്പോയി, വലിയ അവസ്ഥയായിപ്പോയി. അവർക്ക് അതിലും വലിയ ബുദ്ധിമുട്ടായിപ്പോയി എന്നാണ് അവർ പറഞ്ഞത്. അത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ആനമതിലിൻ്റെ ആ ഒരു പണികളൊക്കെ കൃത്യമായിട്ട് പൂർത്തീകരിച്ച് ആനകളെ ഇങ്ങോട്ട് കിടക്കാതെ ഈ പ്രദേശത്തുള്ള ഈ പാവപ്പെട്ട ആളുകൾക്കൊക്കെ മര്യാദയ്ക്കൊന്ന് ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീടുകൾ അവസാനിപ്പിക്കുകയാണ്.